ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കഴിഞ്ഞ 11 ദിവസമായി സംസ്ഥാനത്തെ ആശാവർക്കർമാർ തെരുവിലാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇന്നേക്ക് മഹാസംഗമമാവുമ്പോൾ അവരുടെ വാക്കുകൾക്ക് മൂർച്ചയേറുന്നുണ്ട്. ഇവരെ നമ്മൾ ശരിക്കറിയുന്നത് കോവിഡ് കാലത്താണ്. ലോകമാകെ കോവിഡ് ഭീതിയിൽ കഴിഞ്ഞ കാലം. നാട്ടിൽ കോവിഡുമായി എത്തുന്നവരുടെ റൂട്ട് മാപ്പ് എടുത്ത് കോവിഡ് രോഗികളെ ഭയത്തോടെ നോക്കിയിരുന്ന കാലത്ത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അവരിലേക്കെത്തിയ ഏക ശബ്ദം ആശാവർക്കർമാരുടേതായിരുന്നു. വേണ്ടതെത്തിക്കാനും രോഗാവസ്ഥ തിരക്കാനും ക്ഷോഭിക്കുന്നവരുടെ ശകാരം കേൾക്കാനും രാവും പകലുമില്ലാതെ പണിയെടുത്ത ഈ ആശാവർക്കർമാരെക്കുറിച്ച് അന്ന് നാടാകെ പുകഴ്ത്തിപ്പാടിയിരുന്നു. മാസത്തിൽ 29 ദിവസം പണിയെടുത്ത് 30-ാം ദിവസം വാർഡുതല സമിതിയിൽ പങ്കെടുത്തില്ല എങ്കിൽ 7,000 രൂപ ഓണറേറിയത്തിൽ നിന്നും 700 രൂപ വെട്ടും. സമയം നോക്കാതെ പണിയെടുക്കുന്നവരോടുള്ള സർക്കാരിന്റെ മനോഭാവം വ്യക്തമാണ്. സമരം ചെയ്യുന്നവരെ ആരൊക്കെയോ കുത്തിയിളക്കി വിട്ടവർ എന്ന ധനമന്ത്രി പ്രതികരിക്കുമ്പോൾ അപ്പുറത്ത് ഇരട്ടിയിലധികവും കൂടിയതിന്റെ സന്തോഷത്തിലാണ് PSC അംഗങ്ങളും സർക്കാർ അഭിഭാഷകരും സർക്കാരിന്റെ ദില്ലി പ്രതിനിധി KV തോമസും. നാടിനെ വെല്ലുവിളിച്ചുള്ള ഈ വർധനയിൽ ഇരട്ട മുഖമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുസ്ലിം ലീഗ് പ്രതിനിധി, റിജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, K സോമൻ BJP പ്രതിനിധി, MA ബിന്ദു ജനറൽ സെക്രട്ടറി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, പ്രൊഫസർ KV തോമസ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി. ആദ്യം ഞാൻ ശ്രീ KV തോമസിലേക്ക് പോകുന്നു. കുറച്ച് ചോദ്യങ്ങൾ, അതിനുശേഷം അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങും. ആദ്യം ശ്രീ KV തോമസ്, യാത്രാബത്ത കൂട്ടാനുള്ള ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ എനിക്ക് സർക്കാർ നൽകാൻ എടുത്ത തീരുമാനം എൻ്റെ മുൻഗാമി ഡോക്ടർ സമ്പത്തിന് കൊടുത്ത എല്ലാ സൗകര്യങ്ങളും എനിക്കും ലഭിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഹോണററി നിശ്ചയിച്ചതും എൻ്റെ സ്റ്റാഫ് സ്ട്രെങ്ത് നിശ്ചയിച്ചതും എനിക്ക് ഡൽഹിയിലുള്ള സൗകര്യങ്ങൾ നിശ്ചയിച്ചതും. അതിനപ്പുറത്ത് എന്തെങ്കിലും പുതുതായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. വർക്കർമാർ ഉൾപ്പെടെ ആനുകൂല്യങ്ങളില്ലാതെ തെരുവിലാണ്. സമരം 11-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് താങ്കൾക്ക് ഈ യാത്രാബത്ത കൂട്ടി എന്നുള്ള തീരുമാനം വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ജനങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് എടുക്കും. ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കൊക്കെ 18 മാസത്തെ വരെ കുടിശ്ശികയുണ്ട്. ഇതിനിടയ്ക്കാണ് താങ്കൾക്ക് ഈ വർധന വരുന്നത്. ഈ പ്രതികരണങ്ങൾ, ഇതിനോടുള്ള പ്രതിഷേധങ്ങളൊക്കെ താങ്കളും കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതൊക്കെ അറിയുന്നൊരു ഗവൺമെൻറ് എന്ന നിലയിൽ, ഒരു ജനകീയ ഗവൺമെൻറ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. ഈ PSC ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം വാരിക്കോരി നൽകുന്നു എന്നും ആക്ഷേപമുണ്ട്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇതെല്ലാം ഭരണപരമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിന് ഉള്ള മറുപടിയും സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു വശത്ത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സർക്കാർ ആവർത്തിക്കുന്നു. അതിനിടയിൽ താങ്കൾക്കും ഈ യാത്രാബത്ത കൂട്ടിയുള്ള തീരുമാനം വരുന്നു. അത് സ്വയം വേണ്ടെന്ന് വെക്കാമല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? എന്താണ് ആനുകൂല്യമെന്ന് എനിക്കിതുവരെ അറിയില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സമ്പത്തിന് എൻ്റെ മുൻഗാമിക്ക് കിട്ടിയ അതേ സൗകര്യങ്ങളാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തൊരു സൗകര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും തീരുമാനങ്ങൾ വരട്ടെ. വളരെ നന്ദി ശ്രീ KV തോമസ്. ഏതായാലും താങ്കളെ അറിയിക്കാതെ താങ്കൾക്ക് യാത്രാബത്ത കൂട്ടിയുള്ള തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനം എന്തായാലും തീരുമാനം തന്നെയാണല്ലോ. അങ്ങനെ ഒരു ശുപാർശ പോയിരിക്കുന്നു. ആ ശുപാർശ സാധാരണഗതിയിൽ അംഗീകരിക്കുകയാണ് സർക്കാരിൻ്റെ. ഇത് മുമ്പുള്ള നടപടികൾ വെച്ച് നോക്കുമ്പോൾ അതാണ് പതിവ്. അപ്പോൾ താങ്കൾക്കും ആ വർധന വരും. ആ വർധന വേണ്ട എന്നൊരു തീരുമാനം താങ്കൾ എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടിയിരുന്നത്. ഏതായാലും ബാക്കി അതിഥികളിലേക്ക് പോകാം.
അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഞങ്ങൾ സമരത്തിൽ തന്നെയാണ്. ഈ സ്ത്രീപക്ഷ ഗവൺമെന്റാണെന്ന് പറയുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പരിഗണിച്ചുകൂടാ? സർക്കാർ ഉദ്യോഗസ്ഥർക്കും PSCക്കാർക്കും ഒക്കെ ശമ്പളം കൂട്ടി കൊടുക്കാം, പാവപ്പെട്ട ഞങ്ങൾക്കാരും ശമ്പളം കൂട്ടി തരുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഇവർ കാണുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ. ഞങ്ങൾക്കൊരു 3000 രൂപ തന്നിരുന്നെങ്കിലും ഞങ്ങളങ്ങ് പോകായിരുന്നു. കണ്ണുനീരും അവരുടെ ബുദ്ധിമുട്ടും കൂടെ കോടതി കാണണ്ടേ? കാണുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 100 കോടി രൂപ. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്, അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പ്രത്യേക പ്രതിനിധിയായി ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത അന്ന് മുതൽ എനിക്ക് തരുന്നത് എൻ്റെ മുൻഗാമിയായ ഡോക്ടർ സമ്പത്തിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും. സമ്പത്തിന് കൊടുക്കാത്തതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും എനിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാവപ്പെട്ട ആശാവർക്കർമാർ 12-14 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ 7000 രൂപയാണ് അവരുടെ ഓണറേറിയം. അതൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ PSC ചെയർമാൻ, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, സ്വന്തം പാർട്ടിക്കാരെയാണ്, ആ പാർട്ടിക്കാർക്ക് എത്രമാത്രം വർധനമാണ് കൊടുത്തിരിക്കുന്നത്? ആദ്യം ഞാൻ ആശാവർക്കർമാരുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. MA ബിന്ദു ജനറൽ സെക്രട്ടറിയാണ്, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആശ, ഇപ്പോൾ നിങ്ങളുടെ സമരം 11ാം ദിവസമാണല്ലോ. ഇതൊരു മഹാസംഗമമായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം കണ്ടല്ലോ. കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, അങ്ങ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുമ്പോൾ ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിതിനോട് ആദ്യ പ്രതികരണം നൽകാം. സമരം എവിടെ വേണമെങ്കിലും ചെയ്യാമല്ലോ, സംസ്ഥാനത്ത് ചെയ്തുകൂടെന്നില്ലല്ലോ. കേന്ദ്രത്തിൽ മിനിസ്റ്റർ സമരത്തിന് വേണമെങ്കിൽ ഞങ്ങൾ സമരവിരുദ്ധരല്ലല്ലോ, ഞങ്ങൾ സമരത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണല്ലോ 11 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മിനിസ്റ്റർ തയ്യാറാണെങ്കിൽ നമുക്ക് ആശമാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ഒരു സങ്കുചിതമായ ഒരു താല്പര്യങ്ങളുമില്ല. ഒന്നിച്ച് നിന്ന് സമരത്തിന് ഡൽഹിയിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ തയ്യാറാണ്. 10 ലക്ഷത്തോളം ആശാ വർക്കർമാരുണ്ട് ഈ രാജ്യത്ത്. എല്ലാവരും കൂടെ ഒന്നിച്ചിന്ന് ചോദിച്ചാൽ നമുക്ക് ഈ അവകാശങ്ങളല്ല, ഇൻസെൻറ്റീവ് 17 വർഷം മുമ്പ് വർദ്ധിപ്പിച്ച് അത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് എല്ലാ ആശമാരുടെയും അഭിപ്രായമാണ്. നമ്മളുടെ സംഘടന തന്നെ നിരവധി തവണ അത് പാർലമെൻറ്റ് മാർച്ചായിട്ടും നിവേദനങ്ങളായിട്ടും ഒക്കെ പല സമര രൂപത്തിലൊക്കെ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റ് പല സംഘടനകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതല്ലേ. ഈ ഇൻസെന്റീവ് വർധന യഥാർത്ഥത്തിൽ നടത്തേണ്ടത് കേന്ദ്രമാണല്ലോ ബിന്ദു. ഇപ്പോൾ ഇൻസെന്റീവ് വർധന നടത്തേണ്ടത് കേന്ദ്രമാണ്. ആ നിലയ്ക്ക് 3 കോടി കേന്ദ്രം തരേണ്ടതായിരുന്നു. ആ പൈസയടക്കം സംസ്ഥാനമാണ് ചെലവഴിച്ചിട്ടുള്ളതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇവിടെ ആശാ വർക്കർമാർ പണിയെടുക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാന സർക്കാരാണ് ആശാ വർക്കർമാരുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അത് കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല എങ്കിൽ ആശാ വർക്കർമാർ പോയി കേന്ദ്രത്തിൽ പോയി വാങ്ങിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഇടപാടുകളാണ്. അത് ചോദിച്ചു വാങ്ങിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനകത്ത് ആശാ വർക്കർമാർ പോയി ഈ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് നേട്ടമാണ് ഇവർക്കുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ സമരം ചെയ്യുമ്പോഴത്തേക്ക് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ പറയുന്നത് കഷ്ടമാണിത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു 7000 രൂപ ദിവസം 232 233 രൂപ കിട്ടുന്നത് അതൊന്ന് വർദ്ധിപ്പിച്ച് തരണമെന്നുള്ളപ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെ വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്ക് ഒട്ടും യോജിച്ചതല്ല. അത് ഈ കേരള സമൂഹം അംഗീകരിക്കത്തില്ല. ഈ സമരത്തിന് കിട്ടുന്ന പിന്തുണയിൽ നിന്നും ഇതിനോടകം തന്നെ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ട ആളുകൾ ഈ സമരത്തിന് പിന്തുണയുണ്ട്. ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. എല്ലാ ആളുകളും നമ്മളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വയം തരം താഴാതിരിക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്.
ബിന്ദു, ഇപ്പോൾ നിങ്ങളുടെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചു കൊണ്ടുള്ളൊരു തീരുമാനം, അത് ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തീരുമാനമായിട്ട് തന്നെയാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ഓണറേറിയം കൂട്ടുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ചെയ്ത ജോലിക്കുള്ള കൂലി കൊടുക്കുക അല്ലെ വേതനം കൊടുക്കുക എന്നുള്ളത് അത് സമരം ചെയ്ത് വാങ്ങിക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത്, തൊഴിലാളി സമരങ്ങളുടെ പേര് പറഞ്ഞ് ഇന്ന് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതൊരു ഗതികേടാണ്. പക്ഷേ നമ്മൾ ഈ ഓണറേറിയം കിട്ടിയതിൽ നമ്മുടെ സമരത്തിൻ്റെ വിജയമായിട്ട് കാണുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 11-ാം തീയതി നമ്മൾ ഈ സമരം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഒരു ഗവൺമെൻറ് ഓർഡർ വന്നു. ഇന്ന് 20-ാം തീയതി ആയപ്പോഴാണ് 3 ദിവസം മുമ്പ് നമ്മൾ ഇവിടെ ഇന്നത്തെ മഹാസംഗമം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓണറേറിയം റിലീസായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നു. എല്ലാ ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് 26,400 രൂപ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ചെല്ലുമെന്നാണ് ചില പത്രങ്ങളൊക്കെ എഴുതിയത്. ആശാ വർക്കർമാർക്ക് ചില ആളുകൾക്ക്, വളരെ കുറച്ച് ആളുകൾക്ക് ഇന്ന് ഓണറേറിയം വന്നിട്ടുണ്ട്. അത് 13,200 ഇല്ല, 26,400 ഇല്ല, 6,300 കിട്ടിയവരുമുണ്ട്, 6,000 കിട്ടുന്നവരുമുണ്ട്, 7,000 തികച്ച് കിട്ടിയ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല. 7,000 തികച്ചു കിട്ടുന്ന മാസങ്ങൾ കുറവാണ് അല്ലേ ബിന്ദു? ഒരു ദിവസം 2 ദിവസം മറ്റേ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ 700 രൂപ കട്ട് ചെയ്യും. അത് എല്ലാവർക്കും അത് അനുഭവമാണ് അല്ലേ? കട്ട് ചെയ്യും. അത് നമ്മുടെ കൂടെ ഈ സമരപ്പന്തലിൽ ഇപ്പോൾ ഇരിക്കുന്ന ആശമാർക്ക് പലർക്കും വന്നിട്ടുണ്ട്. അവർക്കാർക്കും ഫുൾ എമൗണ്ട് വന്നിട്ടില്ല. പിന്നെ ഈ 13,200 കണക്കൊക്കെ എല്ലാവരും കേട്ട് ഇപ്പോഴിട്ട് ചർച്ച ചെയ്താണല്ലോ. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഉയർത്തിയിരിക്കുന്ന, ഇതോടൊപ്പം തന്നെ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഇവിടെ ഇടതുപക്ഷ സംഘടന ഉൾപ്പെടെ ദേശീയ തലത്തിൽ അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ മിനിമം വേതനം ഒരു ദിവസം 700 രൂപയാണ്. അങ്ങനെ 21,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ. അപ്പോൾ 21,000 രൂപ ഒരു മിനിമം വേതനം തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ വിഷയത്തിൽ ഇതുവരെ ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 62 വയസ്സായ ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് 2022 മാർച്ച് 2-ന് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് പിൻവലിച്ചുകൊണ്ട് വിരമിക്കുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട, ഈ സമരവുമായി ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡാണ് പെൻഷൻ അനുവദിക്കുക. ഇത് നേടാതെ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇപ്പോൾ തന്നെ 63-64 വയസ്സായ പല ആശമാരുമുണ്ട്. കാരണം ആശമാരെ നിയമിക്കുമ്പോൾ അവർ ആശമാരായിട്ട് ആ ജോലിക്ക് കയറുമ്പോൾ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം പണിയെടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നിബന്ധനയുണ്ടായില്ല വിരമിക്കലിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു വയസ്സ് അതിനു വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ ഈ 18-20 വർഷക്കാലം ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിന് വേണ്ടി പണിയെടുത്തവരെ വെറും കൈയോടെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്? എന്താണ് ജീവിതത്തിനൊരു സുരക്ഷിതത്വം? വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, മാരക രോഗങ്ങൾ പിടിച്ചവരുണ്ട്, കടം വാങ്ങിച്ച കൊച്ചുങ്ങളെ കെട്ടിക്കാനും പഠിപ്പിക്കാനും വീട് വയ്ക്കാനും ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കടം വാങ്ങിച്ചവരുണ്ട്, ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവർ നാളെ പോയി ആത്മഹത്യ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ത് മര്യാദയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? അതുപോലെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ബിന്ദു ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇവിടെയാണ് കൂടുതൽ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നത് നിങ്ങൾക്കാണ് എന്നാണ്. അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരള സമൂഹം അതിന് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം 7,000-ത്തിനടുത്ത് രൂപ വാങ്ങിക്കുന്ന ആളാണ്, ദിവസം ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് നമ്മുടെ മിനിസ്റ്റർ വീണ ജോർജ്. അവരുടെ കീഴിൽ പണിയെടുക്കുന്നവർ ദിവസം 232 രൂപയ്ക്ക് പണിയെടുത്തിട്ട് മാസം 7,000 രൂപ വാങ്ങിക്കും. അതൊരു വലിയ തുകയാണെന്ന് പറയുന്നതിൽ ഒരു ജാള്യത അവർക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഒരു കഷ്ടം തന്നെയാണ്. നിങ്ങൾ ഇതിനിടയ്ക്കാണല്ലോ ഇവിടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയുന്നത്. PSC ചെയർമാന്, PSC അംഗങ്ങൾക്ക് ഇരട്ടിയിലധികം അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ, ഇപ്പോൾ KV തോമസിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ, യാത്രാബത്ത കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പണമുണ്ട്. നിങ്ങൾ ഈ സമരം ചെയ്യുന്ന കാലത്ത് നിങ്ങൾ പറയുന്ന ചെറിയൊരു തുക വ്യത്യാസം മാത്രമാണ്. അതിനിടയ്ക്കാണ് ഈ വലിയ വർധന അപ്പുറത്ത് ചെയ്തു കൊടുക്കുന്നത്. ഈ വർധന പ്രഖ്യാപനം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത്? എന്താണ് തോന്നുന്നത് ഈ സമയത്ത്? വളരെ വളരെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹം ഒന്നടങ്കം അത് വളരെ ഒരു
എന്താണ് അതിന് പറയാൻ നമുക്ക് വാക്കുകളില്ല. അതേപോലെയുള്ള ഒരു പ്രതികരണമാണ്. കണ്ണിൽ ചോരയില്ലാത്തവരെന്ന് പറയും, മനുഷ്യത്വം ഇല്ലാത്തവരെന്ന് പറയും. തൊഴിലാളികളുടെ പേര് പറയുന്നതല്ലാതെ ഇവിടെ പണിയെടുക്കുന്നവനോട് അവർക്ക് തരിമ്പും ഒരു താല്പര്യമില്ല, അല്ലെ അവനെ പരിഗണിക്കുന്നതേ ഇല്ല. അതല്ലെങ്കിൽ എന്ത് നിലപാടാണ് ഇവരെടുത്തത്? 11 ദിവസം ഈ പൊരി വെയിലത്തിരുന്ന് ദിവസം 232 രൂപ വാങ്ങിക്കുന്നവൻ അവൻ്റെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായിട്ടല്ലേ, അവൻ്റെ മുഖത്ത് പുച്ഛിച്ച് തുപ്പുന്നതിന് തുല്യമായിട്ടല്ലേ ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്നത്? എന്ത് പണിയാണ് PSC-ലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത്? നേരത്തെ ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം ഞാൻ കേട്ടു. പൊളിറ്റിക്കൽ നോമിനികളാണ്. അവർക്ക് എന്ത് പണിയെടുത്തിട്ടാണ് ഈ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കുന്നത്? പൊതുസമൂഹത്തോട് ഇവർ ഉത്തരം പറയണ്ടേ? ഇവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടവരോട് ഒരു ഉത്തരം പറയണ്ടേ? ഈ സമൂഹത്തോടൊരു ബാധ്യതയില്ലേ ഇവർക്ക്? പ്രതിബദ്ധതയില്ലേ? ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാനിരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അങ്ങനെയൊന്നുമല്ല. ഇതിനെ വളരെ വളരെ സൂക്ഷ്മമായി വിമർശനാത്മകമായി കാണുന്ന ആളുകളാണ്, പ്രതികരിക്കുന്ന ആളുകളാണ്. ആശാവർക്കർമാർ മാത്രമല്ല, ഈ കേരള സമൂഹം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ്. വർധനമെന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഒരു വർധനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ അരിക്ക് 1 കിലോ അരിക്ക് 50 രൂപ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ, അത്രയും വിലക്കയറ്റമുണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 300 രൂപ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ, ഇന്നലെ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇന്ന് 125 150 കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വിലക്കയറ്റം ഒരു തരത്തിലും ഇല്ലാത്ത തരത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പണിയെടുക്കുന്നവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഗ്രാമങ്ങൾ മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന്, ഇന്നിവിടെ വന്ന വയനാട്ടിൽ നിന്നും മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ഇടുക്കി എന്നൊക്കെ വന്ന ആശാവർക്കർമാർ പറയുന്നേക്കണം, അവർ ഈ വന്യമൃഗങ്ങളുടെ ഭീഷണിയൊക്കെ നേരിട്ടുകൊണ്ടാണ് അവർ മലയോര മേഖലയായത് കാരണം വീടുകൾ തമ്മിൽ വളരെ വലിയ ഗ്യാപ്പാണ്. അവരവരുടെ ജീവൻ പണയം വെച്ചോടാണ് അവിടെ പോയി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെയിൽ കൊണ്ട് ഈ തെരുവിലൂടെയും കാട്ടുപ്രദേശങ്ങളിലൂടെയും നടന്ന് പണിയെടുത്തവൻ്റെ, നട്ടല് തെയ്യുന്നവൻ്റെ, കാല് തെയ്യുന്നവൻ്റെ, അവൻ്റെ കണ്ണുനീരിന് വിലയില്ല. ഇവിടെ AC കാറിൽ യാത്ര ചെയ്ത് അതുപോലെയുള്ള സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് 2.5 ലക്ഷം 3.5 ലക്ഷം ഒന്നും പോരാ, അങ്ങ് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുക ഒരാളെ ഡൽഹിയിലേക്ക്. എന്തിനാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞു പോയ ആശാവർക്കർമാരുടെ ഓണറേറിയം ഇൻസെൻറ്റീവ് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വരാത്ത എന്താ? ഇപ്പോഴും 4 ലക്ഷം 5 ലക്ഷം ഏതാണ്ട് ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ. എന്തിനാണ് ഈ നാട്ടുകാരൻ കൊടുക്കുന്ന ഈ കോടികൾ കൊടുത്ത് ഇവരെയൊക്കെ ഇവിടെ ഇരുത്തിയേക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? ഇതൊക്കെ സാമൂഹികമായി ഇത് സ്ക്രീനിങ്ങിന് വിധേയമാകും. ഉത്തരം പറയേണ്ടി വരും. ചാനലുകളുടെ മുന്നിൽ മാത്രമല്ലല്ലോ എന്ന് ഇവർ വരുന്നത്. ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? തെരഞ്ഞെടുപ്പിനെങ്കിലും വരണ്ടേ? ജനങ്ങളോട് ഉത്തരം പറയണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബിന്ദു ചൂണ്ടിക്കാണിക്കുന്നത്. ബിന്ദു, ആശാ വർക്കർമാരെ കുറിച്ച് എല്ലാ കാലത്തും ആശാവർക്കർമാർ എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ജോലി എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കേരളം മനസ്സിലാക്കിയ ഒരുപക്ഷെ കോവിഡ് കാലത്തായിരിക്കും. ആളുകൾ കോവിഡ് രോഗികളിലേക്ക് എത്താൻ ഭയപ്പെടുന്ന കാലത്ത്, അല്ലെങ്കിൽ കോവിഡ് രോഗികളുടെ റൂട്ട് മാപ്പ് ഒക്കെ നോക്കിയിരുന്ന ഒരു പ്രത്യേക കാലം ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും അകറ്റി നിർത്തപ്പെട്ട ആ രോഗികളുടെ കാര്യത്തിൽ ദിവസേന എന്നോണം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അന്വേഷിക്കാനും വേണ്ടി വന്നാൽ അവിടെ പോകാനും ഒക്കെ സന്നദ്ധരായിട്ടുള്ളത് ആശാവർക്കർമാർ. അവരായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഒരു ദിവസം ഒന്ന് വിവരിക്കാമോ? കോവിഡ് കാലത്തെ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ദിവസം, നിങ്ങളുടെ ഒരു ദിവസം എന്ന് വിവരിക്കാമോ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പലതരം ഡ്യൂട്ടിയാണ്. നമുക്ക് ആശുപത്രിയിൽ 4 ദിവസത്തെ ഡ്യൂട്ടി ഉണ്ട് ഒരു മാസത്തെ ഒരു ആശാവർക്കർക്ക്. അത് രാവിലെ ആ ഡ്യൂട്ടിയുടെ സ്വഭാവം അനുസരിച്ച് ആർദ്രന്ത് ഡ്യൂട്ടി, പാലിയേറ്റീവ് ഡ്യൂട്ടി, അങ്ങനെയൊക്കെ പല പേരുകളിലാണ്. 7:30 പോകണം. ഇപ്പോൾ ആശുപത്രി ചെന്നാലത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? അവിടെ ചെന്നാൽ ബാത്റൂം കഴുകണം, ആശുപത്രി തുറക്കണം, അവിടെ തൂക്കണം, പിന്നെ വൈകുന്നേരം ആശുപത്രിയുടെ പൂട്ടിയിട്ട് വരണം. എന്ന് പറഞ്ഞാൽ സാധാരണ OP ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ആളുകൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. പക്ഷേ വൈകുന്നേരം വരെ അവിടെ നിൽക്കണം. ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫീൽഡിൽ പോയി ഇപ്പം മന്ത്ലി ഓണറേറിയത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നിബന്ധനകളിലൊന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളുണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുക. അത് 60 വയസ്സിൽ താഴെയുള്ളവരുണ്ട്, 60 വയസ്സിൽ മുകളിലുള്ളവരുണ്ട്. അവരെയൊക്കെ പ്രത്യേകം തരംതിരിച്ച് അവരെയൊക്കെ പോയി കാണണം. പിന്നെ നിരവധിയായ സർവേകൾ നടത്തണം. ഇപ്പോൾ ശൈലി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സർവേ കൊണ്ടുവന്നു. അത് 1ാം ഘട്ടം പൂർത്തീകരിച്ചു കൊടുത്തു. അത് ഈ സ്മാർട്ട് ഫോണിലൂടെയാണ് ചെയ്യേണ്ടത്. അത് ഈ പേഴ്സണൽ ഫോണാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതിനൊന്നും പ്രത്യേക സംവിധാനമൊന്നും ഒരുക്കിയിട്ടില്ല. യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം ഹാങ്ങായി പോകും. അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഇരിക്കണം.
പിന്നെ 200 രൂപയാണ് ഫോൺ അലവൻസ് കൊടുക്കുന്നത്. നമുക്കറിയാം ഇപ്പം ഈ പ്രൈവറ്റ് ടെലികോം കമ്പനികളുടെയൊക്കെ പാക്കേജ് നമുക്കറിയാം 28 ദിവസത്തേക്കാണ് 350 400 രൂപയുടെയൊക്കെ പാക്കേജ് എന്ന് പറയുന്നത്. നമ്മുടെ BSNLിൻ്റെ അവസ്ഥ കാരണം നമുക്ക് BSNLെ ആശ്രയിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ കിട്ടുന്ന തുക തികയത്തുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ശൈലി ആപ്പ് ഒന്ന് പൂർത്തീകരിച്ച് കൊടുത്തപ്പോഴത്തേക്ക് രണ്ടാമത്തെ ശൈലി ആപ്പ് അതിന് പീരീഡുണ്ട്, ഇത്ര പീരീഡിനുള്ളിൽ പൂർത്തിയാക്കി കൊടുക്കണം. അത് തീരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ലെപ്രസിയുടെ സർവേ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പണി ചെയ്ത് തീരുന്നതിന് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഫീൽഡിൽ പോകണം, സർവേ പൂർത്തിയാക്കണം 24 മണിക്കൂർ. കാരണം ഈ ചെയ്യുന്നതിൻ്റെ എല്ലാ റിപ്പോർട്ട് നമ്മൾ ഏജ് ബേസ്ഡ് ആയിട്ട് എഴുതി കൊടുക്കണം. ഏജ് ബേസ്ഡ് ആയിട്ട് 1 to 5, 5 to 10 ഏജ് ബേസ്ഡ് ആയിട്ട് എഴുതി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ പോയി പണിയെടുക്കുന്നത് മാത്രമല്ല, നമ്മൾ പിന്നെ അതിൻ്റെ റെക്കോർഡ് എഴുതി സൂക്ഷിക്കുക. ആര് ചോദിച്ചാലും ആ നിമിഷം നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഇരുന്ന് ഭക്ഷണം വായിലോട്ട് വെക്കുമ്പോഴായിരിക്കും ഒരു വിളി വരുന്നത്, ഇന്നതിൻ്റെ ഇപ്പം കിട്ടണം, ഈ നിമിഷം കിട്ടണം. നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വരും അതിൻ്റെ നേരം അവർ ചോദിച്ചത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ തരത്തിലാണ് പണിയെടുക്കുന്നത്. പക്ഷേ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആശാവർക്കർമാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പണി ചെയ്തത്. കാരണം എല്ലാ ദിവസവും പോയി സമൂഹത്തിലെ നിരവധി ആളുകളെ നേരിട്ട് കാണാനും അവർക്ക് സ്വാതന്ത്ര്യം നൽകാനും അവരെ ആശ്വസിപ്പിക്കാനും നമ്മുടെ ജീവിത ദുഃഖങ്ങൾ പോലും നമുക്ക് പലപ്പോഴും പങ്കുവയ്ക്കാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിത ദുഃഖങ്ങൾ മറക്കാനും ഒക്കെയുള്ള നമുക്കൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആശാവർക്കർമാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. പക്ഷേ മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു വേതനം നൽകാൻ നമ്മുടെ സർക്കാർ തീർച്ചയായും അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബിന്ദു. ഇഷ്ടമില്ലാതെ ഈ ജോലി ചെയ്യാനും പറ്റില്ല. കാരണം അത്രത്തോളം മനസ്സ് അതിൽ വെച്ചുകൊണ്ടല്ലാണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അത് മനസ്സിലാക്കാനാകുന്നു എത്രത്തോളം ദുർഘടമാണ് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ് നിങ്ങളുടെ ഓരോ ദിവസവും എന്നാണ്. ശ്രീ റിജി ലൂക്കോസ്, താങ്കൾ പൂർണ്ണമായും കേട്ടല്ലോ ബിന്ദു പറഞ്ഞു. രാഷ്ട്രീയ പ്രതികരണമല്ലാതെ ഈ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആത്മാർത്ഥമായി പ്രതികരിക്കണം. തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അവരെ സമരത്തിൽ നിന്ന് പിൻവലിക്കാനുള്ള അടിയന്തര നീക്കങ്ങൾ ഉണ്ടാകണം. കാരണം അവരാരാണെന്നുള്ളൊരു കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. കോവിഡ് കാലത്ത് നേരത്തെ സ്മൃതിയോടെ പറഞ്ഞ പോലെ കോവിഡ് കാലത്തുള്ള അവരുടെ സേവനം, കേരളം മരണഭയത്താൽ കഴിയുന്നൊരു കാലഘട്ടത്തിൽ ആ മരണത്തെ പോലും ഭയക്കാതെ കണ്ട് അപകടത്തിൽ പോകുന്ന ഉറപ്പായൊരു സാഹചര്യത്തിൽ പോലും അവർ ഈ കോവിഡിലൂടെ വീടുകളെത്തുകയും അവർക്ക് ഭക്ഷണം വരെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ ദൃക്സാക്ഷിയ കാര്യങ്ങളാണ്. തന്നെയുമല്ല ഇപ്പോൾ കേരളം ഒരു മുതിർന്ന പൗരന്മാരുടെ നാടായി മാറിക്കഴിഞ്ഞു. ഈ മുതിർന്ന പൗരന്മാരുടെയൊക്കെ ക്ഷേമം അന്വേഷിക്കാൻ അവർക്ക് മെഡിസിൻ വേണം, മെഡിസിൻ മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ ഈ പാവം പിന്നെ ആശാവർക്കേഴ്സാണ് വീടുകൾ തോറും കയറി ഇറങ്ങേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങൾ നേരിൽ കാണുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ഒരു ദിവസം പോലും അവരെ ഇനി അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകാണ്ട് പര്യവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ടും എന്നെ പോലുള്ള ഒരാൾക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്? ഇവിടെ 11ാം ദിവസം സമരത്തിൽ നിൽക്കുകയാണ്. തെരുവിൽ വെയിലത്ത് സമരം ചെയ്യാണ്, പൊരിവെയിലത്ത് സമരം ചെയ്യാണ് ഈ സ്ത്രീകൾ. അവരുടെ കാര്യം പരിഗണിക്കാതെ അവരുടെ കാര്യമൊക്കെ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ അവരെ ആരൊക്കെയോ കുത്തിയിളക്കി സമരത്തിലേക്ക് വിട്ടതാണെന്ന് ധനമന്ത്രി പറയുന്നത് കേട്ടു. അവരുടെ പ്രശ്നങ്ങൾ അവർക്കറിയുന്നതല്ലേ, അവരനുഭവിക്കുന്നതല്ലേ. അവരിപ്പോൾ എത്ര വ്യക്തമായ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ആര് കുത്തിയിളക്കാനാണ്? അവരുടെ ജീവിതമാണത്. എന്നിട്ട് മന്ത്രി എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തുക? എന്നിട്ട് ഒരു തടസ്സങ്ങളും ഇല്ലാതെ, ഒരു എതിർ ശബ്ദവും ഇല്ലാതെ മന്ത്രിസഭ ഒന്നടങ്കം ഇരുന്ന് പാസ്സാക്കിയല്ലോ ബാക്കിയുള്ളവർക്ക് ഇരട്ടിയിലധികവും ശമ്പളം. അതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ എന്താണ് ഈ ഇടത് സർക്കാരിന്റെ പ്രയോറിറ്റി? അല്ല, നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ ഇരുവശങ്ങളും സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഈ ചർച്ചയിൽ പർപ്പസായിട്ട് തന്നെ അത് പറഞ്ഞതാണ്. കാരണം അവരോടൊപ്പം നിൽക്കാത്തൊരു മനുഷ്യൻ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് അവരുടെ സേവനങ്ങളൊക്കെ നേരിട്ടിരുന്നതാണ്. എൻ്റെ നാട്ടിലെ ആശാവർക്കറുമായിട്ട് നിരന്തരം ബന്ധപ്പെടുത്തുന്നതാണ് ഞങ്ങൾ ഈ സാമൂഹിക പ്രവർത്തനത്തിലേക്ക്. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു സംവിധാനമല്ല, ഓൾ ഇന്ത്യ ബേസിലുള്ളൊരു സംവിധാനമാണത് ഈ ആശാവർക്കേഴ്സ് എന്ന് പറയുന്നത്. 1-2 സംസ്ഥാനങ്ങളിൽ മാത്രം അതിന് പേര് മാറ്റമുണ്ട്. അവിടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളെ അവരോടുള്ള ശത്രുതയുടെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ BJPയുടെ പ്രതിനിധിയുണ്ട്. ഞാൻ അവരെ ഒപ്പം ചേർന്നായി സംസാരിക്കുന്നത്. ഇവിടെ BJPയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധിയുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ട് കേരളത്തിലെ ആശാവർക്കർക്ക് മാത്രമാണ് പണം പിടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വെബ്സൈറ്റിൽ നോക്കൂ, ബാക്കി എല്ലായിടത്തും പണം റിലീസ് കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള രാഷ്ട്രീയ ശത്രുത അത് ഈ ആശാവർക്കന്മാരോട് തീർക്കാവോ? 7000 രൂപ എന്ന് പറയുന്നത് നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പൈസയുണ്ടോ? ഇവരിൽ ചിലരൊക്കെ
എനിക്കറിയാം ഞങ്ങളുടെ തന്നെ പ്രദേശങ്ങളിലൊക്കെ ദുർഘടമായ സാഹചര്യത്തിലേക്ക് ഈ പാവങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നി. ഈ 7000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ഇടതുപക്ഷ സംഘടനകൾ നിരവധി സമരങ്ങൾ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡൽഹി നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ ഇത്രയ്ക്ക് ദയാരഹിതമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം പറയണ്ടേ? ഇന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. ഞാൻ അതിശയപ്പെട്ടു പോയി. ഇവരുടെ കാര്യത്തിലായാലും രാഷ്ട്രീയം കാണാതിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ? അതേ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ ശത്രുത ഇവരോട് കാണിക്കരുതെന്ന് പറയാറുന്നത്? ഇതൊക്കെ കേരളം തിരിച്ചറിയണ്ടേ? പക്ഷെ എങ്കിലും ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇവിടെ കെ.വി. തോമസ് സാർ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കാറുണ്ട്. കെ.വി. തോമസ് സാറിനെ പോലെ ഒരാള് ജനിച്ചപ്പം മുതലേ ഇങ്ങനെ പദവികളൊക്കെ വഹിക്കുന്ന ഒരാളാണ്. ഞാനൊരു CPM മെമ്പറാണെങ്കിലും പറയുന്നത് എനിക്കൊരു മടിയില്ല. അദ്ദേഹം സമ്പത്തിന് കിട്ടുന്ന പൈസ എനിക്കും കിട്ടത്തുള്ളൂ. അപ്പൊ കുറ്റം മുഴുവൻ സമ്പത്തിന്റെ സർക്കാരിന്റെ തലയിൽ അദ്ദേഹം കെട്ടിയൊഴിഞ്ഞു. തനിക്ക് ശമ്പളം വേണ്ട, ഓണറേറിയം മതി എന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാ പെൻഷനും ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതുകൊണ്ടാണല്ലോ. അധ്യാപനം എന്നുള്ള പെൻഷനുണ്ട്, MP എന്നുള്ള പെൻഷനുണ്ട്, MLA എന്നുള്ള പെൻഷൻ എല്ലാം അങ്ങോട്ട് പോരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത് സർക്കാർ അതേപടി അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. സർക്കാരിന് അറിയില്ല ഇതൊന്നും? അല്ല, ഇത് കേൾക്കൂ. സർക്കാരിന്റെ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരാം. നിങ്ങൾ സർക്കാരിനെ മാത്രം ഞാൻ കുറ്റപ്പെടുത്താതെ, അതായത് അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ച് ഒരു തരത്തിലും ഒരു വിമർശനാത്മകമായ രീതിയിൽ എനിക്കില്ല. കാരണം അദ്ദേഹം ഡൽഹി ചെയ്ത സേവനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ കണക്റ്റഡ് ആണ് ഇന്ത്യയിലെ സമുന്നത രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളുമായിട്ടൊക്കെ. പ്രധാനപ്പെട്ട കാര്യമുണ്ട് റെജി ലൂക്കോസ്. കണക്റ്റഡ് ആണെങ്കിൽ ഈ ഇൻസെന്റീവ് മേടിച്ചു തരാൻ കൂടി അദ്ദേഹം പ്രവർത്തിക്കണമല്ലോ, അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശനാത്മകമായിട്ട് സമീപിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വേണേ അദ്ദേഹത്തിനെ വെള്ളം പൂശാൻ വേണ്ടേ? അപ്പൊ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാള് 3 പതിറ്റാണ്ട് ലോക്സഭയിലും ഒരു തവണ കേന്ദ്രമന്ത്രി, ഒരു തവണ സംസ്ഥാന മന്ത്രി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ, സഹമന്ത്രി ആയിട്ട് അദ്ദേഹം സ്വതന്ത്ര ചുമതല വഹിച്ച ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ അദ്ദേഹത്തിന് വലിയ ആനുകൂല്യങ്ങൾ നൽകി അപ്പോയിന്റ് ചെയ്തപ്പോൾ അദ്ദേഹം കൈയൊഴിഞ്ഞ് സംസാരിച്ച് തന്നെ അത്ഭുതപ്പെട്ടു പോയി. അതാണ് അദ്ദേഹം അറിഞ്ഞില്ല എന്നാ പറഞ്ഞ 15 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു വരും. അപ്പൊ സകലതും അദ്ദേഹത്തിന് ഇടതുപക്ഷ സംസ്ഥാന സർക്കാരിന്റെ തലയ്ക്ക് വെച്ചിട്ട് ചെയ്ത് വളരെ മോശമായി പോയി. മനസ്സറിഞ്ഞ് പറയുന്നതിന് മുൻപ് ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ 11 ദിവസമായി തെരുവിൽ സമരം ചെയ്യുന്നവരെ കാണുന്നില്ല. അങ്ങനെയല്ല ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ള സ്ഥിതിക്ക്, തനിക്കൊന്നും അറിയുന്നില്ല സ്ഥിതിക്ക് സർക്കാർ അദ്ദേഹത്തിന് 15 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച 5 ലക്ഷം രൂപ പിൻവലിക്കണം. ഞാൻ ഈ ചർച്ചയിൽ വളരെ വിനീതമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, സർക്കാർ തന്നു, ഞാൻ എന്നാ ചെയ്യാനാ? എനിക്കിപ്പോ നാളെ 50 ലക്ഷം രൂപ തന്നാലും ഞാൻ ഒരു തെറ്റുകാരനല്ല. പൈസ പോകുന്ന അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്കല്ലേ? PSC ചെയർമാനും PSC അംഗങ്ങൾക്കും ഉണ്ടായിരിക്കുന്ന വർധന കൂടി വിശദീകരിക്കേണ്ടി വരും. ഞാൻ ബാക്കി 2 പേരിലേക്കും വരാം. കേന്ദ്രം നൽകേണ്ട തുക നൽകാത്തത് കൊണ്ടാണ് ആശാവർക്കർമാർ സമരം ചെയ്യേണ്ടി വരുന്നതെന്ന് സംസ്ഥാനം പറയുന്നു. കേന്ദ്രം നൽകേണ്ട 3 കോടി അത് നൽകാതിരുന്നത് കൊണ്ട് അത് സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളോട് വേറൊരു നയം, കേരളത്തോട് മറ്റൊരു നയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത്. എന്താണ് മറുപടി? ശ്രീമതി സ്മൃതി, ഇത് കേരളത്തിലുള്ള ഒരു ആഖ്യാനമാണ്. കേരളത്തിന്റെ എല്ലാ ഇല്ലായ്മകളുടെയും ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന ധനകാര്യ കെടുകാര്യസ്ഥതയും ധൂർത്തും അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന വലിയൊരു നെറേറ്റീവാണ് കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല എന്ന് വിളിച്ചു പറയലാണ്. ഞാന് ശ്രീ N.K. പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യവകുപ്പ് സഹമന്ത്രി നൽകിയിട്ടുള്ള ഒരു ഉത്തരം ഇവിടെ പറയാം. ശ്രീ ലെജി ലൂക്കോസ് ഈ ചർച്ചയിലുണ്ടല്ലോ, അദ്ദേഹം പറയുന്നു കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നാണല്ലോ. 2024 ഡിസംബർ മാസം 13-ാം തീയതി ശ്രീ N.K. പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ഒരു ചോദ്യം ചോദിച്ചത് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ 3138. ഇതില് പറയുന്ന ഉത്തരത്തിൽ പറയുന്നത് 913 കോടി രൂപയിൽ ഈ സംസ്ഥാനത്തേക്ക് 702.63 കോടി രൂപ റിലീസ് ചെയ്തു കൊടുത്തു എന്ന് 2024 ജൂൺ മാസം 26-ാം തീയതി ഇത് റിലീസ് ചെയ്തു കൊടുത്തു എന്ന് ലോക്സഭയിൽ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ പകർപ്പ് എന്റെ കൈവശമുണ്ട്. എത്ര കോടി റിലീസ് ചെയ്തു ഒന്നുകൂടി പറയാമോ? അയച്ചു തരാം. എത്ര കോടി റിലീസ് ചെയ്തു?
702.63 കോടി രൂപ 913 കോടിയിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾക്കുള്ളതാണ്? കൊടുത്തു അല്ലല്ല, എന്നുള്ളത് ചോദ്യം എന്തായിരുന്നു? എനിക്ക് പ്രേമേന്ദ്രന്റെ ചോദ്യം എന്തായിരുന്നു? 2024 ഞാനിത് സ്മൃതിക്ക് അയച്ചു തരാം. NHM-മായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞോളൂ, പൂർത്തിയാക്കൂ. NHM-മായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുള്ള പണത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി നൽകിയിട്ടുള്ളത്. ഇവിടെ പ്രശ്നം എന്താണ്? ആശാ വർക്കർമാരെന്ന് പറയുന്ന സാധുക്കളെ കൊണ്ട്, അതായത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ട് അവർ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് ആ പ്രക്ഷോഭത്തെ, ആ സഹന സമരത്തെ പരിഹസിക്കുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കന്മാരും. ശരി, ശ്രീ കെ സോമൻ, എനിക്കൊന്ന് വിശദീകരണം. നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് വിമർശനമുണ്ട്. അപ്പോഴും ശ്രീ കെ സോമൻ, മറ്റ് സംസ്ഥാനങ്ങളിൽ ആശാ വർക്കർമാരുടെ ജോലിയുടെ സ്വഭാവം എന്താണ്? ജോലിയുടെ സ്വഭാവം അല്ലല്ല, അവസാനിപ്പിക്കരുത്. ജോലിയുടെ സ്വഭാവം എന്താണ്? അവർക്ക് കൊടുക്കുന്ന വേതനം എന്താണ്? അവർക്ക് കൊടുക്കുന്ന വേതനം തൃപ്തികരമാണ് എന്ന അഭിപ്രായം BJPക്കില്ല. അവരെ കൊണ്ട്, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയുള്ള ജോലി ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവർ ആവശ്യപ്പെടുന്നത് ശൈലി ആപ്പിലെ മാനദണ്ഡങ്ങൾ അത് ലഘൂകരിക്കണം എന്നാണ് പറയുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മേന്മ സംസ്ഥാന ആരോഗ്യമന്ത്രിയും CPM-ഉം അവകാശപ്പെടുന്ന സമയത്ത് ആ അവകാശവാദത്തിന് അടിസ്ഥാനമൊരുക്കി കൊടുക്കുന്നത്, നിലമൊരുക്കി കൊടുക്കുന്നത് ഈ പാവപ്പെട്ട ആശാപ്രവർത്തകന്മാരാണ്. അവർ സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ സമാഹരിച്ച് നൽകാൻ വേണ്ടി പകൽ മുഴുവനും ഏറെ വൈകിയും പണിയെടുക്കുമ്പോൾ ശൈലി ആപ്പിന്റെ നിബന്ധനകളിൽ നിന്ന് അവർക്ക് ലഘൂകരിക്കപ്പെടുന്ന സമീപനം സ്വീകരിക്കാത്തപ്പോ അവർക്ക് പണം നഷ്ടമാകുന്നു, ആനുകൂല്യം നഷ്ടമാകുന്നു. ഇത് സംസ്ഥാന സർക്കാർ ലഘൂകരിച്ചു കൊടുക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ സമരം ഡൽഹിയിൽ നടത്താമെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയെയാണ് കേരളം പരിഹാസത്തോടെ നോക്കിക്കാണുന്നത്. ഈ ലഘൂകരിക്കപ്പെട്ട ശൈലി ആപ്പിലെ കാര്യങ്ങൾ തീരുമാനിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന ആരോഗ്യമന്ത്രി തയ്യാറാവുന്നില്ല? ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ആരാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പിന്റെ മേന്മ അവകാശപ്പെടുമ്പോ അതിന് നിലമൊരുക്കി കൊടുക്കുന്നത് ഇവരാണ്. ഇവരുടെ ആരോഗ്യം നോക്കാതെ, ഇവരുടെ വ്യക്തിപരമായ സുഖസൗകര്യങ്ങൾ നോക്കാതെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും സമാഹരിച്ച് ഇവർ സാങ്കേതിക വിദ്യയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മേന്മ കൂടുകയാണ്. പക്ഷെ അവർ ആനുകൂല്യത്തിന് വേണ്ടി സമരം ചെയ്താൽ ആ സമരത്തെ പരിഹസിക്കുകയാണ്. സ്മൃതി, ഇവിടെ PSCയെ കുറിച്ച് പറയുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് 22 പേരാണ് PSC മെമ്പർമാർ, ചെയർമാൻ അടക്കം. അതിലേക്ക് വരാം. നിങ്ങൾക്ക് അതിൽ വാദങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം ശ്രീ കെ സോമൻ. അപ്പോഴും നിങ്ങൾക്ക് അതിൽ വാദങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് ഇൻസെന്റീവ് കൊടുക്കാത്ത? ഇൻസെന്റീവ് കൊടുക്കേണ്ട കേന്ദ്രമാണല്ലോ. ഓണറേറിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ പഠിക്കാം. ഇൻസെന്റീവ് കൊടുക്കേണ്ടത് കേന്ദ്രമാണ്. അത് കിട്ടുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ എന്തൊരു കളവ് പറയണം? NHM-മായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാർക്ക് ആർക്കും തന്നെ കഴിഞ്ഞ 1.5 മാസക്കാലമായി അവരുടെ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ആശാപ്രവർത്തകന്മാർക്ക് മാത്രമല്ല, നമുക്കറിയാം കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരത്തോട് പുറംതിരിഞ്ഞു നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് ആരോഗ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, അതിന് നിറം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളെ പരിഹസിച്ച് തള്ളിയവർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിന് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു സാങ്കേതികമായ കാലതാമസം കൊണ്ട് പണം അനുവദിക്കാത്തതിന്റെ പേരിലാണോ ഇവിടെ ആശാപ്രവർത്തകന്മാർക്ക് പണം കൊടുക്കാത്തത്? 100 കോടി രൂപ കാറ് വാങ്ങാൻ വേണ്ടി ബഡ്ജറ്റിൽ മാറ്റിവെച്ചപ്പോ എന്താണ് സംസ്ഥാന ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആശാപ്രവർത്തകന്മാരെ കാണാതെ പോയത്? കെട്ടിടത്തിന്റെ നിറമാണോ പ്രധാനം? ഇവിടെ പണി ചെയ്യുന്ന ആശാവർക്കർമാരാണോ? കേന്ദ്രം ഇൻസെന്റീവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? കേന്ദ്രം ഇൻസെന്റീവ് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം റിലീസ് ചെയ്ത് കൊടുത്തതിനെ സംബന്ധിച്ച് ലോക്സഭയിൽ പറഞ്ഞ ആരോഗ്യ സഹമന്ത്രിയുടെ മറുപടിയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഞാനൊന്ന് ബിന്ദുവിലേക്ക് പോയ ശേഷം താങ്കൾക്ക് PSC കാര്യം പറയാം. ബിന്ദു ഈ കാര്യത്തിൽ
ബിന്ദു, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മാത്രമാണോ പരാതി? ഇൻസെന്റീവ് തരേണ്ടത് കേന്ദ്രമാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് തന്നിരിക്കുന്നത്? ഇൻസെന്റീവ് കിട്ടുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നു. 3 കോടി കേന്ദ്രം നൽകേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാർ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു എന്ന്. നമുക്ക് ഇവിടെ വയനാട് പാക്കേജിന്റെ കാര്യത്തിലടക്കം എന്താണ് കേന്ദ്രം ചെയ്തതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. 3 കോടിയല്ല 600 കോടി എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി അത് 1000 കോടി എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ഇത് 2 ഗവൺമെൻറ്റുകളും കൂടിയിട്ട് തട്ടിക്കളിക്കുകയാണ് ആശാവർക്കർമാരെ. കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ടുള്ളത് ആശാവർക്കർമാരെയാണ്. പ്രത്യേകിച്ചും ബോംബെയിലെ ചേരി പ്രദേശങ്ങളിലൊക്കെ കോവിഡ് കാട്ടുതീ പോലെ പടർന്നു പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തെ എല്ലാം അതിജീവിച്ചത് ആശാ സഹോദരിമാർ അവരുടെ ജീവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം പാർലമെൻറ്റിലും അദ്ദേഹം പലതവണ ആശമാരെക്കുറിച്ച് വളരെയധികം പ്രകീർത്തിച്ചു. പക്ഷേ ഇന്ന് വരെ അദ്ദേഹം കയറിയിട്ട് 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷത്തിലേക്ക് അദ്ദേഹം ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും ഒരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ പോലും ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ 17 വർഷമായിട്ട് നമ്മൾ ഓർക്കണം. ഈ ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തുകകളെക്കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്നത് ഒരു ഗർഭിണിയെ കണ്ടെത്തി അത് പ്രസവത്തിലേക്ക് ചെല്ലുമ്പോഴാണ്. ആ ഗർഭിണിയെ കണ്ടെത്തുന്നതിന് കിട്ടുന്നത് 200 രൂപയാണ്. ആ ഗർഭിണിയെ കണ്ടെത്തുന്നതിൽ ഈ കുട്ടിക്ക് മനസ്സിലാകാതെയോ അത് മനസ്സിലാകാതെ പോയി 3 മാസം കഴിഞ്ഞ് പറഞ്ഞാൽ പ്രഗ്നൻസി പീരീഡിൽ 3 മാസം കഴിഞ്ഞ് ഒരു ദിവസത്തേക്ക് 3 മാസം കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഈ 200 രൂപ കിട്ടത്തില്ല. ഈ കുട്ടി പിന്നീട് പ്രൈവറ്റ് ആശുപത്രിയിലാണ് പ്രസവിക്കുന്നതെങ്കിൽ അതിനുശേഷം ഇതിന് മൊത്തം കൂടെ കിട്ടുന്ന ഒരു 400 രൂപയാണ്. അർബനിൽ 600 രൂപയും റൂറലിൽ 600 രൂപയും അർബനിൽ 400 രൂപയാണ് കിട്ടുന്നത്. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോയി പ്രസവിക്കുന്നതെങ്കിൽ ഈ പൈസ കിട്ടത്തില്ല. പിന്നെ ഇവർക്ക് ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു 600 രൂപ അങ്ങോട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. കേന്ദ്രമാണോ സംസ്ഥാനമാണോ? ആ പൈസക്ക് ഇവർ അർഹയല്ലെങ്കിൽ ഈ 200 രൂപ കിട്ടത്തില്ല. ഒരു കുട്ടിയെ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ കൊണ്ടുപോകുന്നതിന് കിട്ടുന്നത് 20 രൂപയാണ്. 17 വർഷം മുമ്പ് നിശ്ചയിച്ചാണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടല്ലോ വലിയ ആഘോഷത്തോടു കൂടി നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ട്. അതിനവർക്ക് ഒരു ദിവസം ആശാവർക്കർക്ക് ഒരു ദിവസം കിട്ടുന്നത് എത്രയാണെന്ന് അറിയാമോ? 75 രൂപയാണ് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 75 രൂപയ്ക്ക്. അത് 2 ദിവസം മുമ്പേ ഏരിയയിലുള്ള കുട്ടികളെ കണ്ടെത്തി എവിടേക്കാണെന്നുള്ളത് ആ വീടുകളിൽ പോയി ഇമ്മ്യൂണൈസേഷൻ അവരെ ഇന്ന സെൻ്ററിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത് മാത്രമല്ല, ആ 2 ദിവസം മുമ്പ് നടത്തുന്ന പ്രവർത്തനമാണ്. ആ ദിവസം രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം എത്ര മണി വരെയാണോ പറഞ്ഞത്? ചിലപ്പം 7 മണിയായിരിക്കും, 8 മണിയായിരിക്കും. ആ സമയം വരെ അവിടെ നിന്ന് പണി ചെയ്ത് എന്ന് പറഞ്ഞാൽ 8 മണിക്ക് മുമ്പ് അവിടെ വന്ന് അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇപ്പം കാരണം ആശുപത്രി വെച്ചല്ലല്ലോ ഇത് നടക്കുന്നത്. ബസ് സ്റ്റാൻഡുകളിൽ വെച്ച് നടത്താറുണ്ട്, ആശുപത്രികളിൽ വെച്ച് നടത്താറുണ്ട്, അംഗനവാടി വെച്ച് നടത്താറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ സജ്ജീകരിക്കുന്നത് ഉൾപ്പെടെ അത് 8 മണിക്ക് മുമ്പ് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അത് ചെയ്ത് വൈകുന്നേരം ഇത് ചിലപ്പോൾ 6 മണിക്കായിരിക്കും 7 മണിക്കായിരിക്കും തീരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് 75 രൂപ കൊടുക്കുന്നത്. അവിടെയും തീരുന്നില്ല. ഈ ആരെങ്കിലും അഥവാ വരാതെ പോയി ആ ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും കുട്ടി വന്നിട്ടില്ല എങ്കിൽ പിന്നീടും ഈ വീടുകളിൽ പോയി ഈ കുട്ടികളെ കണ്ടെത്തി അതെവിടെയാണോ കൊണ്ടുപോയി അവരെ ഇമ്മ്യൂണൈസേഷൻ എടുപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആശാവർക്കർക്കാണ് കുറ്റം. അതിനാണ് 75 രൂപ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 17 വർഷം മുമ്പ് നിശ്ചയിച്ച തുകയാണ്. ഇത് നമ്മുടെ സർക്കാരുകളുടെ മുന്നിൽ ഇതെന്താ പരിഗണനാ വിഷയമായി വരാത്തത്? 10 ലക്ഷം സ്ത്രീകളാണ് ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന 10 ലക്ഷം സ്ത്രീകൾ. 10 ലക്ഷം സ്ത്രീകളുടെ ജീവിതം ഈ സമൂഹത്തിൽ നിസ്സാരമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനകത്ത് രാഷ്ട്രീയ നേട്ടം കാണും. മറിച്ച് നിസ്സഹായരായ നിസ്വരായ ഈ ആശാവർക്കർമാർക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ നേട്ടവും ഇല്ല. ശ്രീ സോമൻ, അതിന് മറുപടി പറഞ്ഞ ശേഷം നമുക്ക് PSC-യിലേക്ക് പോകാം. എനിക്ക് ശ്രീ ഉമർ ഷായിലേക്ക് പോകേണ്ടതാണ്. ബിന്ദു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. എന്താണ് അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എന്ന് കേട്ടല്ലോ. ഈ ഇത്രയും തുച്ഛമായ തുക കേന്ദ്രവും സംസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ പറയാൻ 100 നാവാണെങ്കിൽ അപ്പുറത്ത് കേന്ദ്രം എന്ത് നൽകുന്നു എന്നാണ് ചോദ്യം. ശ്രീമതി സ്മൃതി, സംസ്ഥാന സർക്കാരിനെ പറയാൻ 100 നാവാണെന്നുണ്ടെങ്കിൽ ആശാ വർക്കർമാരുടെ അവകാശത്തെ സംബന്ധിച്ച് പറയാൻ BJPക്ക് 1000 നാവുണ്ടെന്നേ.
സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഇവർ പരമാവധി പങ്കാളികളാകുന്നത് എന്നുള്ള അടിസ്ഥാനപരമായ വസ്തുതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇവർക്ക് കൊടുക്കേണ്ട ഇൻസെന്റീവിന്റെ കാര്യത്തിൽ വർധനവ് വരണമെന്നുള്ളത് മാനുഷികമായ പരിഗണനയാണ്. തീർച്ചയായും അതിന് അനുകൂലമായിട്ടുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നവരാണ് ആശാപ്രവർത്തകന്മാർ. അവരാണ് പ്രാദേശികമായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ ആരോഗ്യ മേഖലയിലെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്വാന്തനമായി നിൽക്കുന്നത് ഇവരാണ്. ആ സന്ദർഭത്തിൽ ഇവർ വഹിക്കുന്ന ത്യാഗനിർഭരമായിട്ടുള്ള ഒരു പങ്കിനെ, ഒരു പരിശ്രമത്തെ കാണാതെ പോകുന്നു സംസ്ഥാന സർക്കാർ, സംസ്ഥാന ആരോഗ്യ വകുപ്പ്, സംസ്ഥാന ധനകാര്യ മന്ത്രി. ഈ ആശാപ്രവർത്തകന്മാരുടെ പരിശ്രമത്തെ കാണാതെ പോകുന്നു എന്ന് മാത്രമല്ല, അവരെ പരിഹസിക്കുന്നു എന്നുള്ളത് ഈ ചർച്ചയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് ഞാൻ 1000 നാവുള്ള ശരി, 1000 നാവ് കൊണ്ട് പറയുമ്പോൾ കേന്ദ്രം എന്ത് നൽകി എന്നതിനെ കുറിച്ച് താങ്കൾ മറുപടി പറയുന്നില്ല. ശ്രീ മുഹമ്മദ് ഷാ, ഇവിടെ മറ്റൊരു ഭാഗത്ത് ഇരട്ടിയിലധികവും വർധന നടത്തിക്കൊണ്ടുള്ള തീരുമാനം മന്ത്രിസഭ എടുക്കുമ്പോഴാണ് ആശാ വർക്കർമാരുടെ ഗതികെട്ട ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാൻ ശ്രീമതി ബിന്ദു പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല വലിയൊരു സ്കീമാണിത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശാ വർക്കർ എന്ന് പറയുന്നത്, അവർക്കൊരു ഹോണറേറിയം, അവർക്കൊരു ഇൻസെൻറ്റീവ്. ഹോണറേറിയം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം, ഇൻസെൻറ്റീവിൻ്റെ പ്രപ്പോർഷനായിട്ട് റേഷ്യോ വൈസ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കൊടുക്കുന്നില്ല. ഇവർ ചെയ്യുന്ന ജോലി എന്താണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല. അവരുടെ ജോലിയുടെ വലിപ്പം എത്രത്തോളമാണ്, എത്ര ഒരു വലിയ സ്കീമായിരുന്നു. ആ സ്കീമിൽ ശരിക്കും അവരുടെ പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് പോകേണ്ട പേയ്മെൻറ്റാണ്. കാരണം അവർ ചെയ്യുന്ന സർവീസ് അതാണ്. ആ സർവീസ് ആക്ടിവിസ്റ്റാണ്. അതിൻ്റെ ഒരു സ്വഭാവം അതാണ്. അവരോട് ചെയ്യുന്ന ക്രൂരത ചെയ്തിട്ട് പറയുകയാണ് അവരുടെ പേയ്മെൻറ്റ് അരിയേഴ്സ് ഉണ്ട്, അവർക്ക് എൻഹാൻസ്മെൻ്റ് ഇല്ല, അവർക്ക് പെൻഷൻ ഇല്ല, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? നമുക്ക് ഡൽഹിയിൽ പോയിട്ട് ഒന്നിച്ച് സമരം ചെയ്യാം. അതാണ് മന്ത്രിയുടെ മറുപടി. ആ ഡൽഹിയിൽ കിട്ടേണ്ട പണത്തെക്കുറിച്ച്, അത് വാങ്ങാനുണ്ടെന്നിരിക്കട്ടെ, ഇൻസെൻറ്റീവിൻ്റെ പോർഷൻ കിട്ടാനുണ്ടെന്നിരിക്കട്ടെ, അത് ചെയ്യാൻ വേണ്ടി എന്ത് സ്റ്റെപ്പാണ് എടുത്തത്? അതിനുവേണ്ടി ഡൽഹി പോകുന്ന ആളാണ് നേരത്തെ വന്നിരുന്നത്. അതിനുവേണ്ടി ഡൽഹി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് നേരത്തെ വന്നിരുന്നിട്ട് പറഞ്ഞത് ആ പണി അവിടെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്തിനാ അവർക്ക് ആ സാലറി പണം കൂട്ടിക്കൊടുക്കുക? ആ ജോലി അവിടെ നിന്ന് ചെയ്യണ്ടേ? ആ ജോലി അവിടെ നിന്ന് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഡൽഹിയിലുള്ള ആളുകൾ പറയുന്നത്, ഗവൺമെൻറ്റുകാർ പറയുന്നത് അത് ഞങ്ങളല്ല ഇവരാണ്. ഇപ്പോൾ തന്നെ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞ് ഞാൻ 200 കോടി രൂപ കൊടുക്കാനുണ്ടെന്നുള്ള വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിവേ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് തള്ളുക, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് തള്ളുക. എന്നിട്ട് ഇവർ പറയുന്ന ഒരു വലിയ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തുന്ന ഒരു പ്രചരണമാണ് ഏറ്റവും ഭയങ്കരം. അതായത് പെൻഷൻ കൊടുക്കാൻ പണമില്ല, പിന്നെ എന്തെങ്കിലും ഒരു കലാമിറ്റി വന്നാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പണമില്ല, ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ പണമില്ല. നമ്മുടെ ഇന്ന് എക്സ്റ്റോർട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? കറണ്ട് ചാർജ് ഇന്ത്യയിൽ ഏറ്റവും വലുത്, എല്ലാ ടാക്സും മേടിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ഹയസ്റ്റ് ടാക്സ്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിലക്കയറ്റം. ആ രൂപത്തിലേക്ക് ഇതൊരു സൈഡിൽ കൊണ്ടുപോകുന്നു. ഗവൺമെൻറ്റിൻ്റെ പൈസയില്ല. ഗവൺമെൻറ് പൈസയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ സാധാരണക്കാരന് പണം കൊടുക്കേണ്ടി വരും. സാലറി 7000 രൂപയുടെ ഹോണറേറിയം കൊടുക്കുന്ന കാര്യത്തിനാണ് ഈ പറയുന്നത്. അതിൻ്റെ ഡ്യൂസ് വരുമ്പോൾ പണമില്ല എന്ന് പറയും. പിന്നെ പെൻഷൻ ഓഫർ ചെയ്യുകയാണ്. എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഓഫേഴ്സ് പെൻഷൻ്റെ കാര്യത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ആ ഓഫർ എലക്ഷൻ വന്നാൽ അത് ആ പർട്ടിക്കുലർ മൊമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം അത് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ഇതിന് മിനിമം ആത്മാർത്ഥതയൊക്കെ വേണ്ടേ? എന്നിട്ട് കേരളം നമ്പർ 1 ആണെന്ന് പറയാം. കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞ ഒരു മന്ത്രി അവർ പറഞ്ഞപ്പോൾ ആളുകൾ പറയുമ്പോൾ എല്ലാ പ്രൊജക്റ്റിനെയും എതിർത്തിരുന്ന ആളുകൾ കേരളം നമ്പർ 1 ആണ്. കേരളം നമ്പർ 1 ആണെങ്കിൽ അതിൻ്റെ ടാക്സ് മണി ഇവിടെ, അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് മണി കൊടുത്താൽ പോരെ, ഇവർക്ക് പണം കൊടുത്താൽ പോരെ. കർണാടക ഇപ്പോൾ അവർക്ക് അഡ്വാൻസ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആശാ വർക്കേഴ്സിന്. അങ്ങനെ അഡ്വാൻസ് ചെയ്ത് കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. അപ്പോൾ അവർക്ക് പണമില്ല എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ കാര്യത്തിലാണ്. ഇനി ഇവർ 2 കൂട്ടരും നോക്കിക്കോളൂ. ഇവരെല്ലാവിധ അറേഞ്ച്മെൻറ്റും സെറ്റിൽമെൻറ്റ്സും ഉണ്ടാക്കിയിരിക്കുന്ന അംബാനി അദാനിയുമായിട്ട് സെറ്റിൽമെൻറ്റിലാണ്. അവർ കേരളത്തിലും തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കൂടിയതിൻ്റെ ബേസിക് റീസൺ അതാണ്. അവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ബഡ്ജറ്റുമായിട്ട് വന്നപ്പോൾ കേരളത്തിനെ പൂർണ്ണമായി അവഗണിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ പോയി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്?
പൂർണ്ണമായി അവഗണിച്ചു. ഒരു ട്രെയിനിൻ്റെ ബോഗി ഉൾപ്പെടെ A to Z അവഗണിക്കുകയാണ്. അവഗണിച്ച് ഇല്ലാതാക്കി വെച്ചതിന് ശേഷം അവരെ തെറ്റിദ്ധരിപ്പിച്ച്, അവരെ വിഭജിച്ച്, മതപരമായി വിഭജിച്ചിട്ട് അവരോട് വോട്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യരെ കബളിപ്പിക്കും? ഞാൻ പറയുന്നത്, ജനങ്ങളിത് കാണുന്ന ജനങ്ങളൊന്നും മനസ്സിലാക്കണം. നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ ആ റോട്ടിൽ 10 ദിവസമായിട്ട് കിടക്കുകയാണ് സമരത്തിൽ. അവർക്ക് ആ തുക കൊണ്ട് അവരെങ്ങനെ ജീവിക്കും നമ്മൾ ചിന്തിച്ച് നോക്കൂ. എന്നിട്ട് ആ പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ കളിയാക്കാണ്. അവരുടെ പിന്നിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകേണ്ടവരാണോ? അവർ ആക്ടിവിസ്റ്റുകളാണ്, അവർ സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ്. ഹെൽത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ പണിയെടുക്കുന്ന ആളുകളാണ്. അവർ ബുദ്ധി വിവേകമുള്ള ആളുകളാണ്. അവരെ ആരോ പറഞ്ഞിട്ട് പോയത് അവരുടെ ഗതികേട് കൊണ്ട് അവരോട് പോയി കിടക്കില്ലേ? അതാണ് അവരുടെ അപ്രോച്ച്. അപ്പം ഞാൻ പറയുന്നത്, ഇതൊന്ന് എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ട് ശ്രുതി ഇവരെന്തോ ഇരട്ടത്താപ്പാണ് ഇവർ പറയുന്നത്. കേരളം ഒന്നാമത് നിൽക്കുന്നു, കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നാമത് നിൽക്കുന്നു, കേരളത്തിന് ഭയങ്കര സംഭവമാണെന്ന് ഒരു സൈഡിൽ പറയും ഞങ്ങൾക്ക് പണമൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര പാപ്പരാണ്, ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ആശാ വർക്കറിന് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് അതൊരു സൈഡിൽ പറയും. എന്നിട്ട് പറയും ഞങ്ങളെല്ലാം ഒന്നാമതാണെന്ന് പറയും. എന്നിട്ട് ഇതിനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു കൊല്ലം ഇലക്ഷനാണ്. ഇലക്ഷൻ ആകുമ്പോൾ ഇത് എന്നെ കാണുന്ന ശ്രമിക്കുന്ന ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പറയുന്നത് മുഴുവൻ പുകമറയാണ്. തരാമെന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല. ഉണ്ട് എന്ന് പറഞ്ഞതും ഇല്ലാത്തതാണ്. ഇവിടുത്തെ വികസനമുണ്ട്, ഇവിടെ വലിയ തരത്തിലുള്ള വ്യവസായങ്ങളുണ്ട്. ഇതൊന്നും വികസനമുള്ളത് ഒരു 3 വർഷം കൊണ്ട് ഉണ്ടാകുന്ന വികസനമല്ല, അത് കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ളതാണ്. ശ്രീ മുഹമ്മദ് ഷാ, ഇപ്പോൾ PSC അംഗങ്ങളുടെ വർധനയെക്കുറിച്ച്, അവരുടെ ശമ്പള വർധനയെക്കുറിച്ച് PSC ചെയർമാന് 2,24,000 രൂപയിൽ നിന്നും 3,87,000 രൂപയായി കൂട്ടുകയാണ്. അംഗങ്ങളുടെയും കൂട്ടുന്നു 3,80,000. അങ്ങനെ 20 PSC അംഗങ്ങൾ, ചെയർമാൻ അടക്കം 20 PSC അംഗങ്ങൾക്കാണ് ഈ തരത്തിൽ വലിയ തോതിലുള്ള വർധന കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഈ വർധന? എന്താണ് ഇവരുടെ യോഗ്യത? മുൻകാല പ്രാബല്യത്തിൽ അതെ, എന്താണ് യോഗ്യത? രാഷ്ട്രീയക്കാരാണ് എന്നൊറ്റ യോഗ്യതയാണ്. അപ്പോഴും ശ്രീ മുഹമ്മദ് ഷാ, രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ അതിൽ വീതം വപ്പല്ലേ ശ്രീ മുഹമ്മദ് ഷാ? ഞങ്ങളുടെ ആളുകൾക്കാണ് കൊടുക്കുന്നത് എന്നതുകൊണ്ട്, ഞങ്ങൾ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തക്കാർക്ക് അത് ലഭിക്കുമെന്നതുകൊണ്ട് മുൻകാല പ്രാബല്യത്തിൽ 2 കൊല്ലത്തെ അരിയേഴ്സ് ഉൾപ്പെടെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഈ പണമില്ല എന്ന് പറയുന്ന സർക്കാർ, അതായത് ആശാ വർക്കർക്ക് പണം കൊടുക്കാനില്ലാത്ത സർക്കാർ, ഒരു നാച്ചുറൽ കലാമിറ്റി അഡ്രസ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത സർക്കാർ, പെൻഷൻ കൊടുക്കാനില്ലാത്ത സർക്കാർ, ഡ്യൂസ് അരിയേഴ്സ് കൂട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാണ് ഇപ്പോൾ KV തോമസിൻ്റെ ഇൻക്രിമെൻറ്റും ഒക്കെ വന്നിരിക്കുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോൾ ഇവരുടെ യോഗ്യത ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആള് എന്നതാണ് യോഗ്യത. ഞങ്ങളുടെ ആളുകളാണ് ഇരിക്കുന്നത്, അവർക്ക് ഞങ്ങളുള്ളപ്പോഴല്ലേ കൊടുക്കേണ്ടത്. ഇതാ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്, ഇറങ്ങുന്നതിന് മുമ്പ് പരമാവധി കൊടുത്തിച്ച് പോകാം എന്ന് പറയുകയാണ്. യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇവരോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ആശാ വർക്കേഴ്സിനോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് ചെയ്യാൻ തന്നെയാണ് അർത്ഥം. ഇവർ പ്രവർത്തിക്കുന്ന അവരുടെ ഇടയിലാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പണക്കാരല്ല, സാധാരണക്കാർ, പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു മര്യാദ കാണിക്കണ്ടേ? അവരുടെ ഒരു ദിവസത്തെ ഡ്യൂ ഉണ്ടാകാൻ പാടുണ്ടോ? എത്ര തുകയാണ് അവർക്ക് കൊടുക്കുന്നത്? ഈ പറഞ്ഞ 2 ലക്ഷം 3 ലക്ഷം ഒന്നുമല്ല, ഈ 7,000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസെൻറ്റീവ് അതിനാണ് ഈ പിടിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിക്കോളൂ, സർക്കാർ ജീവനക്കാരുടേത് നല്ലതുപോലെ ഇൻക്രിമെൻറ്റ് കയറി വരും. പേ കമ്മീഷൻ റിവിഷനും എന്ത് റിവിഷനും എടുത്ത് കൊടുക്കാൻ തയ്യാറാണെന്നേ. ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ അവർ തയ്യാറാണ്, അഡ്വാൻസ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പം ഈ ചെയ്യുന്ന പ്രവൃത്തിയെ തിരിച്ചറിയേണ്ട ജനങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്ത 1 വർഷത്തേക്ക് വരാൻ പോകുന്ന വാഗ്ദാന പെരുമഴയായിരിക്കും. എന്താ പറഞ്ഞേ, ഉള്ള പണം വെച്ചിട്ട് ആ പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സോപ്സുമായിട്ട് ഇപ്പോൾ വരും. അതൊക്കെ വരുമ്പോൾ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ഇനി കഴിയണം. ശരി, ക്ഷേമ പെൻഷന്റെ കാര്യത്തിലുള്ള തീരുമാനവും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരിക്കും ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. ഞാൻ ഒന്നുകൂടി ബിന്ദുവിലേക്ക് പോവുകയാണ്. ബിന്ദു, കുറച്ചു നേരം കൂടിയേ ഉള്ളത് കൊണ്ടാണ്. ബിന്ദു, ഇപ്പോൾ നിങ്ങളുടെ സമരം 12ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, അതായത് ആവശ്യങ്ങൾ മുഴുവനും അംഗീകരിക്കപ്പെടാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണോ തീരുമാനം? അങ്ങനെ തന്നെയാണ് തീരുമാനം. 10ാം തീയതി ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം മാധ്യമങ്ങളോടടക്കം, ഈ പൊതുസമൂഹത്തിനോടടക്കം, ഇവിടുത്തെ ഭരണാധികാരികളോടടക്കം ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് എല്ലാ മാസവും 5ാം തീയതിക്ക് മുമ്പ് നൽകുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, പെൻഷൻ അനുവദിക്കുക, 2022 മാർച്ച് 2 കൊണ്ടുവന്ന വിരമിക്കലിനെ സംബന്ധിച്ച ഉത്തരവ് പിൻവലിക്കുക,
ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ 10-ാം തീയതി ഇവിടെ രാപകൽ സമരം ആരംഭിച്ചത്. ഈ ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും തിരിച്ചു പോകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വന്നു ചേർന്ന ആയിരക്കണക്കിന് ആശമാർ ആ ഉറച്ച തീരുമാനവുമായിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരറിയണം, ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് വരാൻ നമ്മുടെ പല സ്ഥലങ്ങളിലും ആലപ്പുഴ കുട്ടനാടടക്കം പല സ്ഥലങ്ങളിലും വണ്ടി പിടിച്ച് ചെന്ന് വണ്ടിയിൽ കയറാൻ വന്ന ആളുകളെ ഇവിടുത്തെ ഒരു പ്രബല യൂണിയൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന CIT യൂണിയൻ്റെ ആളുകൾ ചെന്ന് പറഞ്ഞ് തിരിച്ച് കണിച്ചുകുളങ്ങരയിൽ നിന്ന് വിളിച്ച വണ്ടിയിൽ ഉദ്ദേശിച്ച അത്ര ആളുകൾക്ക് കയറാൻ പറ്റിയില്ല. അതേപോലെ റെയിൽവേ സ്റ്റേഷന് പല ജില്ലകളിലും റെയിൽവേ സ്റ്റേഷനുകളിൽ വരെ വന്ന ആളുകളെ പറഞ്ഞ് തിരിച്ചു. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സൈബർ ആക്രമണമാണ്. മുഴുവൻ എല്ലാ ഗ്രൂപ്പുകളിലും ഈ സമരത്തെക്കുറിച്ച് കള്ളങ്ങൾ, അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മഹാസംഗമത്തിൽ ആരും ആശമാർ വരാൻ പാടില്ല എന്നുള്ള വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഈ മഹാസംഗമത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭരണതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ആസൂത്രിതമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്താനിരുന്നവരെ വാഹനങ്ങളിൽ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചതാരാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CIT യൂണിയൻ പെട്ട ആളുകളാണ്. സമരത്തിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു അല്ലേ, ഒരു രാപകൽ സമരം, ഒരു ദിവസത്തെ രാപകൽ സമരം? ഇല്ല, ഈ നമ്മുടെ സമരത്തിലല്ല. അവർ സമരം നടത്തിയത് ബഡ്ജറ്റിന് മുമ്പ് NHM ഡയറക്ടറേറ്റിൻ്റെ മുന്നിലാണ് സമരം നടത്തിയത്. നമ്മൾ ബജറ്റിന് ശേഷം 10-ാം തീയതിയാണ് സമരം ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ ഈ മഹാസംഗമം പ്രഖ്യാപിച്ച നാൾ മുതൽ, രാപ്പകൽ സമരം തുടങ്ങിയ നാൾ മുതൽ ഇങ്ങനെയുള്ള വലിയ ഒരു ഭീഷണിയും വിരട്ടലും ഒക്കെ നടന്നിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടു കാണും. ഒരുപക്ഷെ സമീപകാല കേരളം കണ്ട ഇത്രയും ശക്തമായ ഒരു തൊഴിലാളി സമരം ഉണ്ടായിട്ടില്ല. ആ സ്ത്രീകൾ പങ്കെടുത്ത ഒരു തൊഴിലാളി സമരം, അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത. ആശാവർക്കർമാരുടെ സമരത്തെ കാണുന്നത് ബിന്ദു, ഐക്യദാർഢ്യം അവരൊരു ഉറച്ച തീരുമാനത്തോടെയാണ് പോയിരിക്കുന്നത്. ഇന്ന് പോയി മെഡിക്കൽ ഓഫീസർമാർക്ക് പണിമുടക്ക്, അനിശ്ചിതകാല പണിമുടക്ക് നടത്തിക്കൊണ്ട് നാളെ മുതൽ എല്ലാ ജില്ലകളിൽ നിന്നും ആശാവർക്കർമാർ ഇവിടെ നൂറുകണക്കിനായി വന്നുകയാണ്. നമ്മൾ ഈ ഡിമാൻഡ് നേടിയെടുത്തിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഞങ്ങൾ അനങ്ങത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആശാവർക്കർമാർ. ജി ലൂക്കോസ്, താങ്കൾ ആദ്യം ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ബിന്ദു പറഞ്ഞത്, കേട്ടല്ലോ. നിസ്സംശയം പറയാം, ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളോടൊപ്പമാണ്. ഈ ഗവൺമെന്റ് അനുകൂലമായ നടപടി സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ ചരിത്രപരമായ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ഉറപ്പായ കാര്യം. എനിക്ക് രണ്ടുപേർക്ക് മറുപടി പറയാനുള്ള അവസരം തരണം. ഇവിടെ മുഹമ്മദ് ഷാ പറഞ്ഞത് PSC അംഗങ്ങൾക്ക് കൊടുത്ത സാലറിയെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വേദനപ്പെട്ടു. 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അംഗീകരിച്ചെന്ന് പറയും. എത്ര നുണയാ! ഇന്നത്തെ മന്ത്രിസഭ അത് ആ ശുപാർശ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ജനുവരി മുതലുള്ള സാലറി വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. 11 വർഷമായിട്ട് PSCയുടെ ശമ്പളം ഇതാണ്. 11 വർഷങ്ങൾക്ക് മുമ്പ് കുത്തനെ 21 അംഗങ്ങളായിട്ട് ഇതിനെ വർദ്ധിപ്പിച്ചത് ഇതേ UDF-കാരാ. ഈ സാലറിയും തമിഴ്നാട് എന്ന് പറഞ്ഞ സംസ്ഥാനം കേരളത്തിന് 3 ഇരട്ടി ജനസംഖ്യയുണ്ട്, വലിപ്പത്തിലും ജനസംഖ്യയിലും. അവിടെ ഇപ്പോഴും 14 അംഗങ്ങളേ ഉള്ളൂ. അതുപോലെ മഹാരാഷ്ട്ര 9 പേരേ ഉള്ളൂ. ഈ ലജ്ജാകരമായ തീരുമാനം എടുത്ത് നടപ്പാക്കിയത് ഈ UDF-കാരെ. എന്നിട്ട് ഉളിപ്പില്ലാതെ ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. ഇവിടെ BJP-യുടെ നേതാവ് പറഞ്ഞത് എന്താ വിചിത്രമായിരിക്കുന്നു. BJP-യുടെ നേതാവ് അവസാനം സമ്മതിക്കേണ്ട വന്നു സ്മൃതിയുടെ ചോദ്യത്തിൽ മറുപടിയായിട്ടും കേന്ദ്ര സർക്കാർ ഉടനെ ഫണ്ട് റിലീസ് ചെയ്തേക്കുന്നുള്ളവരും. ഇത് ഒറ്റ ചോദ്യം ചോദിച്ചാൽ പോലെ മുണ്ടക്കൈ ചൂരമലയെ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ കടുത്ത ദ്രോഹത്തിലേക്ക് തള്ളിക്കൊണ്ട് ഈ ഗവൺമെന്റ് ഇരട്ടി കൂട്ടൽ. ശ്രീ റിജി ലൂക്കോസ്, അവിടെയാണല്ലോ ഇവിടെ ഇടത് സർക്കാർ വിമർശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സമരം ചെയ്യുന്നവർക്ക് മുഴുവൻ തുകയും കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ല. ഭാരതത്തിന് സമ്മതിക്കാം, പക്ഷെ അപ്പുറത്ത് ഇങ്ങനെ മുണ്ടുമുറുക്കുകയാണെന്ന് പറയുമ്പോൾ അപ്പുറത്ത് കൂട്ടാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അല്ല, ഞാൻ അതിന്റെ വിശദീകരണം തന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ KV തോമസ് സാറിന്റെ കാര്യത്തിൽ കടുത്ത വിമർശനം ഞാൻ ഉന്നയിച്ച ഒരാളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾക്ക് എന്താണ് ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ഭയമുള്ളത്? ഇവർക്ക് 4 MPമാരില്ലേ 2 ഹൗസിലുമായിട്ട്? ഇവർ ആരെങ്കിലും ഇത്രയും നാളായിട്ട് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? പാർലമെന്റ് ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട K. രാധാകൃഷ്ണൻ MP, അതായത് 9 മാസമായുള്ള 4 തവണ. അല്ല, പ്രേമേന്ദ്രൻ ചോദിച്ച
പ്രേമേന്ദ്രനോടുന്ന മറുപടി എന്താണ്? അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ പറയാനായിട്ട്. സ്വന്തം നാട്ടിലെ സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കുന്ന ഈ BJPയുടെ പ്രതിനിധി ബഹുമാനപ്പെട്ട സോമൻ ഒന്ന് പഠിച്ചിട്ട് സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞു 900 കോടി 786 കോടി രൂപ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. താങ്കൾ അതിന് തെളിവൊന്ന് കാണിക്കാവോ? NK പ്രേമേന്ദ്രൻ ചോദിച്ച ചോദ്യം ഇതല്ല സുഹൃത്തെ. അദ്ദേഹം മൊത്തം എമൗണ്ട്, പിന്നെ അതായത് ക്ഷേമ പെൻഷനുകൾക്കുള്ള വിഹിതം, അതിൽ ഇത് പെടുന്നു മാത്രമേ ഉള്ളൂ. അതിനുള്ള മൊത്തം തുകയാണ് അദ്ദേഹം ചോദിച്ചു. ഉടനെ താങ്കൾ അദ്ദേഹം കളിയാക്കുക ചെയ്ത്. അത് അദ്ദേഹത്തിന് പറയാനാകുന്നില്ലെങ്കിൽ ഇത്തരം നുണകൾ, പച്ചക്കള്ളങ്ങൾ പടച്ചുവിടാവോ? അത് ഈ പാവങ്ങളുടെ കാര്യത്തിൽ നല്ല ഉറച്ച ശബ്ദത്തിൽ പ്രതികരിച്ചതുപോലെ PSC ചെയർമാനും അംഗങ്ങൾക്കും കൂട്ടിയതിനെ കുറിച്ച് എന്താണ് പറയാത്തത്? PSC അംഗങ്ങൾക്ക് കൂട്ടിയതിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ PSC അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ശുപാർശ 2016 മുതൽ മുൻകാല പ്രാബല്യത്തിൽ വേണമെന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുന്നത് നിഷ്കരണം ഗവൺമെന്റ് തള്ളി. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് അത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. 11 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ തുക വർദ്ധിപ്പിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക, അത് ഇവർ കൊടുത്ത ഭീമമായ എമൗണ്ട് അവർ ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ ഒരു മാസം ഇൻസെന്റീവ് എല്ലാം ഉൾപ്പെടെ അവരുടെ അടിസ്ഥാന ശമ്പളം 70,000 വാങ്ങിക്കാനുള്ള അർഹത അവർക്കുണ്ടോ എന്ന് അവർ സ്വയം തീരുമാനിക്കട്ടെ. 6 വർഷം അല്ലല്ല, ഇത് കേൾക്കൂ. 6 വർഷം മാത്രം PSC അംഗമായാൽ മരിക്കുന്നോളം വരെ അവർക്ക് പെൻഷനാ. ഇതെന്ത് നീതിയാ? ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് ശമ്പളമുണ്ട്, പക്ഷെ ജില്ലാ മജിസ്ട്രേറ്റിനോടുള്ള ബഹുമാനര് റിട്ടയർ ചെയ്യുന്ന എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ജോലി ചെയ്തിട്ട് അവരുടെ പിന്നെ ശമ്പളത്തിൽ ഇവർ ഈ പറയുന്ന വാദം സർക്കാരിനോടാണല്ലോ. റെജി ലൂക്കോസ് വരെ സർക്കാരിനെ വിമർശിക്കുന്നു അല്ലേ? അല്ലെന്ന് ഇത് അല്ലല്ല, ഈ നിയമം കൊണ്ടുവന്ന് UDF ആണ്. നിങ്ങൾ അത് അതെന്തിനാണ് നിങ്ങൾ കേൾക്കാത്തത്? ഈ നിയമം കൊണ്ടൊന്നും ഇത് അടിച്ചേൽപ്പിച്ചത്, ഇത്രയും മെമ്പർമാരെ കുത്തിക്കയറ്റിയതും ഈ രാഷ്ട്രീയ നിയമനങ്ങളെല്ലാം നടത്തിയത് തമിഴ്നാടിന് ഉദാഹരണം പറഞ്ഞത് UDF തുടങ്ങിയത് തുടരാനല്ലല്ലോ LDF സർക്കാർ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ലല്ല, നിങ്ങൾക്ക് എന്താണ് അത് മനസ്സിലാക്കണം? ഒരു നിയമം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല PSC എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിന്റെ അണ്ടറിലുള്ളതാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. UPSCയും 28 സംസ്ഥാനങ്ങളിലും UPയിലും ബംഗാളിലും 5 പേരെയുള്ളൂ, ഗുജറാത്തിലും മധ്യപ്രദേശിലും 6 പേരെയുള്ളൂ അല്ലേ? ശ്രീ സോമൻ, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ശ്രീ റെജി ലൂക്കോസ് ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുന്ന സന്ദർഭത്തിൽ മുണ്ടക്കൈ ചൂരമയിൽ ഒന്നും കിട്ടിയില്ല എന്നാണ്. ഇവിടെ പാവപ്പെട്ടവന്റെ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത കോടികൾ എവിടെ? അത് ചെലവാക്കിയിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞില്ലേ റെജി ലൂക്കോസെ? അങ്ങേക്ക് നാണമുണ്ടോ ഇവിടെ വന്നിരുന്നിട്ട് ഈ മുണ്ടക്കൈ ചൂരമല എന്ന് പറയുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ 100 കോടി രൂപ റെജി ലൂക്കോസ് കാറ് വാങ്ങാൻ വേണ്ടി. റെജി ലൂക്കോസെ, അങ്ങ് വലിയ പഠനശേഷിയുള്ള ആളാണ്. അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്ന ആളാണ്. താങ്കൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്ന ആളാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള പണം നിങ്ങൾ ദൂർത്തടിക്കുകയാണ്. PSCക്ക് അംഗങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പണത്തിന്റെ ലെവി CPM-ന് കിട്ടും, CPI-ക്ക് കിട്ടും. അതാണ് പ്രശ്നം. UDF-ന്റെ പ്രതിനിധിക്ക് തന്റേടമുണ്ടെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ ഈ PSC-യിലെ അംഗങ്ങൾ കുറയ്ക്കും എന്ന് അവരും പറയുന്നില്ല. ഇവരെ ദൂർത്താണ്. ശരി, എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ചെയ്യുന്നതും സംസ്ഥാന സർക്കാർ ചെയ്യുന്നതും എല്ലാം ജനം കാണുന്നുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, റിജി ലൂക്കോസ്, കെ സോമൻ, MA ബിന്ദു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.